മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് എവരി വൺ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. LCM, അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലഘുത്തമ സാധാരണ ഗുണിതം. ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് LCM, ലാസാഗു. LCM ലാസാഗു എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലഘുത്തമ സാധാരണ ഗുണിതം. ലഘുത്തമ സാധാരണ ഗുണിതം ഇതാണ് നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത്. LCM എന്നാണ് എപ്പോഴും എല്ലാവരും അറിയപ്പെടുന്നത്. ലാസാഗു, ലഘുത്തമ സാധാരണ ഗുണിതം. ഓക്കെ, നമുക്ക് ഇപ്പോൾ 2, 3, 4 ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇതിനെ ഞാൻ 2 കൊണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാണ്. ഫാക്ടേഴ്സ് എടുക്കുക. അപ്പോൾ ഇവിടെ 1, ഇത് 3 തന്നെ, 2 ഡിവിസിബിൾ അല്ല, ഇവിടെ 2 എടുത്തു. ഓക്കെ, അപ്പോൾ 2 × 2 4, 4 × 3 12. അപ്പോൾ 12 നമുക്ക് കിട്ടി. ഏറ്റവും ലീസ്റ്റ് ലോവസ്റ്റ് ആയിട്ട് ഇത് 3 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ് 12. അതിനാണ് നമ്മൾ LCM എന്ന് പറയുന്നത്. 2ഓ അതിലധികമോ സംഖ്യകളുടെ പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് ലാസാഗു. അതായത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന കോമൺ മൾട്ടിപ്പിൾ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി മൾട്ടിപ്പിളാണ് 12 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം മറ്റൊരു എക്സാമ്പിളും കൂടി. 6, 15, 24 ഇതിൻ്റെ LCM. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 3 കൊണ്ട് ഇത് പോകും, ഡിവിഷൻ ചെയ്യും 2 ടൈംസ്. ഇത് 3 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ 5 ടൈംസ്. ഇത് 3 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ 8 ടൈംസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കോമൺ ആയിട്ട് 2 നോക്കി, 2 ഇവിടെ എടുത്തു. അപ്പോൾ ഇവിടെ 1 വന്നു, 5ൽ 2 ഇല്ല, 8ൽ 4. ഇനി ഇവിടെ കോമൺ ആയിട്ടില്ല നമുക്ക്. അപ്പോൾ ഇവിടെ 3 × 2 × 20. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ 60 × 20. അപ്പോൾ നമുക്ക് LCM എന്ന് പറയുന്നത് 120 ആണ്. ഇത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ 120 ആണ് ഇതിൻ്റെ. ഓക്കെ, 120. ഇനി അപ്പോൾ എന്താണ് LCM അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നിന്നും എങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ്, പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാനിത് ചെയ്യുകയാണ്. എക്സാമ്പിളിന് 30, 60, 90. ഓക്കെ, 30, 60, 90 എന്നീ സംഖ്യകളുടെ LCM ലാസാഗു എന്താണ്? അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? 30, 60, 90 ഇതിലെല്ലാത്തിലും നമുക്ക് എന്തുണ്ട്? 3 ഉണ്ട്. ഓക്കെ, ഇതിലെല്ലാത്തിലും 3 ഉണ്ടെങ്കിൽ 10 വന്നു, ഇവിടെ 20 വന്നു, ഇവിടെ 30 വന്നു. ഇനി ഇതിലെല്ലാത്തിലും നമുക്ക് എന്തുണ്ട്? 2 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 5 വന്നു, 5 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്. ഇനിയും നമുക്കിതിൽ കോമൺ ആയിട്ടുള്ളതോ 5 ഉണ്ടല്ലേ, 5 ഉണ്ട്. ഇവിടെ എന്താ കോമൺ ആയിട്ടുള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട്. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 10, അപ്പോൾ 30, ഇവിടെ 30 × 6. ഓക്കെ, 30 × 6 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന LCM എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പോയിൻ്റാണ്, പൊതുഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യകളുടെ LCM കണ്ടെത്താൻ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. അതായത് 5, 8, 3 ഇതിന് നമുക്ക് കോമൺ ആയിട്ടൊരു ഫാക്ടർ ഇല്ല അല്ലേ, പൊതുഘടകം ഇതിനില്ല. ഇങ്ങനെ വന്നാൽ നമുക്ക് ഇതിൻ്റെ LCM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 × 5 × 8 ആണ്. ദാറ്റ് മീൻസ് 15 × 8 ആണ്. അതായത് 120 നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ കോമൺ ഫാക്ടർ ഇതിൻ്റെ ഉള്ളിൽ, കാരണം എന്തുകൊണ്ടാണ് 5, 8, 3 എല്ലാത്തിനും പൊതുവായിട്ട് 1 മാത്രമേ ഇവിടെ ഒരു ഫാക്ടറായിട്ടുള്ളൂ, വേറെ എല്ലാം ഒന്നിനും ഫാക്ടേഴ്സ് ഇല്ല. ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതിൽ ഒത്തിരി വെറൈറ്റി പ്രോബ്ലംസ് ഉണ്ട്. പല ടൈപ്പിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി ഇതിൽ നിന്നും വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറയുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ 6, 8, 15 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് LCM എന്നല്ല അവർ ചോദിക്കുക, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6, 8, 15ൻ്റെ കോമൺ ഫാക്ടർ എടുക്കുക. 2 എല്ലാത്തിലും ഇവിടെ 3 വരും, ഇവിടെ 4 വരും, ഇവിടെ 15 തന്നെ. ഈ 3 ഔട്ട് സൈഡിൽ എടുക്കാം. അപ്പോൾ ഇവിടെ 1 വന്നു, 4 വന്നു, ഇവിടെ എന്താ 5 വന്നു. ഓക്കെ, അപ്പോൾ ഇനി കോമൺ ആയിട്ടൊന്നുമില്ല.
അപ്പോൾ നമുക്ക് LCM ദാറ്റ് ഈസ് ഈക്വൾ ടു 6 ഇൻറ്റു 20 ദാറ്റ് മീൻസ് 120. അപ്പോൾ 120 ആണ് ഈ നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് എല്ലാം കൊണ്ടും ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് 120. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ വെറൈറ്റി കണ്ടില്ലേ, ആ വ്യത്യാസത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 3 അഭാജ്യസംഖ്യ ദാറ്റ് മീൻസ് ഫസ്റ്റ് 2 ആണ്, പിന്നെ 3 ആണ്, പിന്നെ 5 ആണ്. ഇത് 3 ആണ് ഫസ്റ്റ് 3 അഭാജ്യസംഖ്യകൾ. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് വെച്ചാൽ ഒന്നും ഡിവിസിബിൾ അല്ല. അപ്പോൾ 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 5 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ദിസ് ഈസ് ഈക്വൾ ടു നമുക്ക് കിട്ടിയ ആൻസർ 30. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2, 3, 4, 5, 6, 7, 8 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇങ്ങനെ പൂർണ്ണമായും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? LCM ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 2, 3, 4, 5, 6, 7, 8 എടുക്കണം. എന്നിട്ട് കോമൺ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഔട്ട് സൈഡിൽ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ 2 ഞാൻ എടുത്താൽ ഇവിടെ 1, ഇതിൽ നിന്നും വ്യത്യാസം വരുന്നില്ല. ഇവിടെ 2, ഇത് 5, ഇവിടെ 3, ഇവിടെ 7, ഇവിടെ 4. ഇനിയും ഞാൻ 2 ഒന്ന് എടുക്കാം അല്ലേ, ഒരു പ്രാവശ്യം കൂടി 2 എടുക്കാം. അപ്പോൾ 2 എടുത്താൽ ഇവിടെ 1 വന്നു, ഇവിടെ 3 തന്നെയാണ്, ഇവിടെയും 1 വന്നു, ഇവിടെ 5 ആണ്, ഇവിടെ 3 വന്നു, ഇവിടെ 7 വന്നു, ഇവിടെ 2 വന്നു. ഓക്കെ, ഇനി നമുക്ക് കോമൺ ആയിട്ട് ഇതിൽ നിന്ന് 3 ഔട്ട് സൈഡിൽ എടുക്കാം. അപ്പോൾ ഇവിടെ 1 വന്നു, 1 വന്നു, 1 വന്നു, ഇവിടെ 5 വന്നു, 1 വന്നു, 7 വന്നു, 2 വന്നു. ഇനി ഈ കിട്ടുന്ന റിസൾട്ടിനെ ഇനി ഇതിൽ നിന്ന് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യണ്ട, കോമൺ ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2, 1, 2, 3, 2, പിന്നെ ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 4, 8, പിന്നെ ഇവിടെ 15 ഇൻറ്റു 7. ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ആൻസർ. ഇതിനെല്ലാം കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 840 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇത് പൂർണ്ണമായും ഹരിക്കാവുന്ന. അപ്പോൾ ഈ ഒരു 840 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ഇതിന് 2 ഡിവിസിബിളാണ്, 3 ഡിവിസിബിളാണ്, എല്ലാ നമ്പറും ഇതിൽ ഡിവിസിബിൾ ആയിട്ടുള്ളൊരു നമ്പറാണ്. ഓക്കെ, 4th ക്വസ്റ്റ്യൻ 11, 13, 15, 17 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. നോക്കൂ, ഇവിടെ 11, 13, 15, 17 എന്ന് പറയുന്ന ഇത് 3 എണ്ണത്തിലും ഒന്നിലും തന്നെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ആകെ കോമൺ ഫാക്ടർ ഉള്ളത് ഈ നമ്പറാണ്, അത് 3ഉം 5ഉം ആണ്. അപ്പോൾ നമുക്ക് ഒന്നിനും എന്താണ് ഇതിൽ കോമൺ ആയിട്ട് ഒരൊറ്റ നമ്പർ ഔട്ട് സൈഡിൽ എടുക്കാനില്ല. ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ LCM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 ഇൻറ്റു 13 ഇൻറ്റു 15 ഇൻറ്റു 17 ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് നമുക്കിതിൻ്റെ LCM ആയിട്ട് വരുന്നത്. അതായത് 36465 ഈ നമ്പറാണ് ഇതിൻ്റെ LCM. അപ്പോൾ ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ഇതിന് 11 കൊണ്ട് ഡിവിസിബിളാണ്, 13 കൊണ്ട് ഡിവിസിബിളാണ്, 15 കൊണ്ടും 17 കൊണ്ടും ഈ നമ്പർ ഡിവിസിബിളാണ്. ഓക്കെ, ഇനി വേറെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, 10, 15, 20 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. അപ്പോൾ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയാണ് വേണ്ടത്. അപ്പോൾ 10, 15, 20 എന്നിവ കൊണ്ട് ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇതിൻ്റെ കോമൺ ഫാക്ടർ എടുക്കാതെ 15, 20. അപ്പോൾ എനിക്ക് എന്ത് വന്നു? ഇതിൻ്റെ ഉള്ളിൽ 5 2 ടൈംസ് ഉണ്ട്, 3 ടൈംസ് ഉണ്ട്, 4 ടൈംസ് ഉണ്ട്. ഇനി 2 വേണമെങ്കിൽ പോകും, 1 ടൈം, 3 ടൈം, 2 ടൈം. ഇനി കോമൺ ഫാക്ടർ ഇല്ല. അപ്പോൾ ഇവിടെ 10 ആണ്, 10 ഇൻറ്റു 6 ദാറ്റ് മീൻസ് 60 ആണ് LCM. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 60 ആണ്. പക്ഷേ ഇത് 3 അക്ക നമ്പറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ 120. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ചെറിയ 3 അക്ക നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 120 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ നമ്മളെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2, 3, 6 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന പൂർണ്ണവർഗമാണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും 2, 3, 6 LCM നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇപ്പോൾ 2 എടുത്തു, ഇവിടെ 1 വന്നു, ഇവിടെ 3 വന്നു, ഇവിടെ 3 വന്നു, വീണ്ടും ഇതിൽ 3 എടുത്തു. അപ്പോൾ 1 വന്നു, 1 വന്നു, 1 വന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? 6 ആണ്. അപ്പോൾ LCM ദാറ്റ് ഈസ് ഈക്വൾ ടു 6 ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പൂർണ്ണവർഗമാണ് ചോദിച്ചിരിക്കുന്നത്. പൂർണ്ണവർഗം എന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഇതുകൊണ്ട് നമുക്ക്, അതായത് ഗുണിതങ്ങളാണ്
ഇതുകൊണ്ട് ഡിവിസിബിൾ ആവുന്നത്. അപ്പോൾ 6 ഉണ്ടാവും എല്ലാം കൊണ്ടും ഡിവിസിബിളാണ്. ഇനി 6 × 1, 6 × 2 ഇത് ഡിവിസിബിളാണ്. ഇനി 6 × 3 ഡിവിസിബിളാണ്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണവർഗം എന്ന് പറഞ്ഞെങ്കിൽ 6 × 6 ആണ്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണവർഗം എന്താണ്? 36നെ എടുത്താൽ ഇതെല്ലാം കൊണ്ടും 36 ഇവിടെ ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി. ഇപ്പോൾ 10, 20, 50 ഓക്കെ, ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം. അപ്പോൾ ഇതുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം ഏതാണ്? ഈ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 10, 20, 50. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും കോമൺ ആയിട്ട് എടുക്കാവുന്നത് വേണമെങ്കിൽ 10 എടുത്തു അല്ലേ, 2 എടുക്കാം. 2 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 5, 10, നമുക്കിവിടുന്ന് 25. ഇനി ഞാൻ 5 എടുത്താൽ നമുക്കിവിടുന്ന് എന്ത് വന്നു? 1, ഇവിടെ 2, ഇവിടെ 5. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കോമൺ ഫാക്ടർ ഇല്ല. അപ്പോൾ നമുക്ക് LCM എന്ന് പറയുന്നത് 2 × 5 10, വീണ്ടും 2 × 5 10. ദാറ്റ് മീൻസ് 10 × 10 100. ഓൾറെഡി 100 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമാണ്. അപ്പോൾ ഏറ്റവും ചെറിയ പൂർണ്ണവർഗം എന്ന് ചോദിച്ചാൽ 100 തന്നെയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നിന്ന് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. 12, 14, 16 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ഹരിക്കുമ്പോൾ ശിഷ്ടം വരണം. അപ്പോൾ 12, 14, 16 ഞാൻ എടുക്കുകയാണ്. അപ്പോൾ 2 എടുത്തു, ഇവിടെ 6 വന്നു, 7 വന്നു, 8 വന്നു. ഇനിയും 2 എടുത്തു, അപ്പോൾ 3 വന്നു, 7 വന്നു, 4 വന്നു. ഇനി നമുക്ക് കോമൺ ഡിവിസിബിൾ ഇല്ല അല്ലേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്താ വന്നത്? 4 × 4 × 3 × 7. ദാറ്റ് മീൻസ് നമുക്ക് LCM ആയിട്ട് ഇവിടെ വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കൂ. അതായത് 16 × 21. ദാറ്റ് മീൻസ് 336 ആണ് നമുക്കിവിടെ വരുന്ന നമ്പർ. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് ഇതിലെല്ലാത്തിലും പറ്റുന്നത്. അപ്പോൾ ഇനി റിമൈൻഡർ 3 വരണം. അപ്പോൾ റിമൈൻഡർ 3 വരണമെങ്കിൽ 336ൻ്റെ കൂടെ +3 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 339. ഇതാണ് കണ്ടോ, ഇതിനെ ഇതുകൊണ്ട് ഡിവിഷൻ ചെയ്താൽ റിമൈൻഡർ 3 വരും, ഇതിനെ ഡിവിഷൻ ചെയ്താൽ റിമൈൻഡർ 3 വരും. അപ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 339. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയെ യഥാക്രമം 5, 6, 7, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്നു എങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ ഇവിടെ എന്താ? 5, 6, 7, 8, 9. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? LCM കാണണം. കണ്ടോ, 8, 9. അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഏതാ? ഇപ്പോൾ ഇവിടുന്ന് 3 പോകും. ഇപ്പോൾ 5 ഉണ്ട്, ഇവിടെ 3 2 ടൈംസ്, ഇവിടെ 7 ഉണ്ട്, 8 ഉണ്ട്, 3. ഇനി നമുക്കിതിൽ 2 വേണമെങ്കിൽ പോവാം അല്ലേ. അപ്പോൾ 5 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, 7 ഉണ്ട്, 2 4 ടൈംസ് 3. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ കോമൺ ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ 1 × 2 × 3 × 4 × 5 × 7 ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2520 ആണ് ഇതിൻ്റെ LCM ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കൂടെ നമുക്ക് ശിഷ്ടം ഏതാണ്? അപ്പോൾ LCMത്തിൻ്റെ കൂടെ LCM പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം? ശിഷ്ടം രണ്ടും കൂടി ആഡ് ചെയ്യണം, റിമൈൻഡർ. അതായത് 2520 + 1, അതായത് 2521. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1 കിട്ടും. ഓക്കെ, ശിഷ്ടം 1 കിട്ടും. അപ്പോൾ LCM കണ്ടാൽ മതി. LCM കണ്ടിട്ട് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 3 × 5 × 7 × 4 × 3 മൾട്ടിപ്ലൈ ചെയ്താൽ 2520 കിട്ടും. +1 ചെയ്താൽ നമുക്ക് അവിടെ ആൻസറായി. ഓക്കെ, 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 8, 14, 23 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഒരു കോംപ്ലിക്കേഷനായി. ഇതിൽ കോമൺ റിമൈൻഡർ അല്ല, എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിമൈൻഡേഴ്സ് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന 12, 18, 27 ഇതിൻ്റെ LCM എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാത്തിലും 3 പോകും. ഇവിടെ 4 ടൈംസ്, ഇതിൽ 6 ടൈംസ്, ഇതിൻ്റെ ഉള്ളിൽ 3 എന്ന് വെച്ചാൽ 9 ടൈംസ്. ഇനി ഇതിൽ കോമൺ ആയിട്ട് 3 ഇതിൽ വീണ്ടും പോകും അല്ലേ. ഇതിൽ 3 പോയി കഴിഞ്ഞാൽ ഇത് 4 തന്നെയാണ്. ഇത് 2 ടൈംസ്, ഇത് 3 ടൈംസ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ 2 പോകും. അപ്പോൾ 2 ടൈംസ്, 1 ടൈം,
3. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി LCM എന്ന് പറയുന്നത് 3 × 3 × 3, 3 3 ഉണ്ട് അല്ലേ, പിന്നെ ഇൻറ്റു 2 × 2, ദാറ്റ് മീൻസ് നമുക്ക് കിട്ടി 108 എന്നുള്ളത്. 9 ഇൻറ്റു കണ്ടോ 6 × 2 108 LCM നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടോ ഇത് കോമൺ ആണ്. ഇനി കോമൺ ഒരു റിമൈൻഡർ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി വ്യത്യസ്ത റിമൈൻഡേഴ്സ് ആണെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 12 - 8 എനിക്കൊരു റിലേഷൻ കിട്ടി 4. കണ്ടോ അതിൻ്റെ ഡിഫറൻസ്. 18 - 14 എനിക്ക് കിട്ടി 4. ഓക്കെ, 27 - 23 എനിക്ക് കിട്ടി 4. അതായത് ഇവർ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. എല്ലാം കോമൺ ആയിട്ട് 4 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 4 എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്താൽ മതി. 108ൽ നിന്നും ഈ 4 സബ്ട്രാക്ട് ചെയ്താൽ 104 കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇവിടെ ശിഷ്ടങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ. ഇവിടെ ശിഷ്ടങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ ശിഷ്ടങ്ങൾ വ്യത്യസ്തമായ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ ഉണ്ടോ. ശിഷ്ടങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ തന്നിരിക്കുന്ന സംഖ്യയും അവയുടെ ശിഷ്ടവും തമ്മിലുള്ള പൊതുവ്യത്യാസം കണ്ടെത്തി സംഖ്യകളുടെ LCMത്തിൽ നിന്നും കുറച്ചാൽ മതി. അപ്പോൾ സംഖ്യകളുടെ കണ്ടോ വ്യത്യാസം, ഇതിൻ്റെ ഈ പൊതുവ്യത്യാസം കണ്ടെത്തണം. ഈ പൊതുവ്യത്യാസം കണ്ടെത്തിയിട്ട് LCMത്തിൽ നിന്ന് അത് കുറയ്ക്കണം. ഓക്കെ, ഇപ്പം നിയർലി ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. പക്ഷേ ഈ ക്വസ്റ്റ്യൻസും സഫീഷ്യൻ്റ് അല്ല. കുറച്ച് HCFൻ്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.